ഹായ് നമസ്കാരം. ട്രിപ്പ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ വൈപ്പിനിലുള്ള നെടുങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇത് നമ്മുടെ കടമാക്കുടിയൊക്കെ പോലത്തെ നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളത് ആ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നോർത്ത് പറവൂർ വന്നാണ് വന്നത്. അപ്പോൾ പറവൂരിൽ നിന്ന് ഞങ്ങൾ നേരെ ചെറായിൽ വന്ന് ചെറായിൽ നിന്ന് വൈപ്പിൻ റൂട്ടിൽ വന്നു കഴിയുമ്പോൾ ചെറായിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അണിയൽ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ നെടുങ്ങാട് ഓൾഡ് ബോട്ട് ജെട്ടി ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഇവിടം വരെ വരുള്ളൂ എന്ന് തോന്നണേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടാ അവിടെ വരെ റോഡുള്ളൂ. ഇപ്പോൾ ഇതേ ഞങ്ങൾ നിൽക്കണതാണ് പഴയ ബോട്ട് ചെട്ടിയായിരുന്നു തോന്നട്ടോ. പിന്നെ അതേ ആളുകളൊക്കെ കുറേ വരുന്നുണ്ട്. അവിടെ വണ്ടിയൊക്കെ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ആ ഭാഗത്തേക്ക് നടന്ന് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോഴേ നേരെ അവിടെ ഒരു പാലം കാണാം കേട്ടോ. ആ പാലത്തിൻ്റെ ഇപ്പുറത്ത് ഭാഗത്ത് കാണുന്നതാണ് കടമാക്കുടി, ഇപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ ചാത്തനാട് ഏഴിക്കര ഭാഗം. അപ്പോൾ ആ പാലം പണി കഴിഞ്ഞെങ്കിലും അതിൻ്റെ അപ്രോച്ച് റോഡൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത് വണ്ടിയൊന്നും ഓടി തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഈ ചാത്തനാട് ഭാഗത്ത് നിന്ന് കടമാക്കുടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെറി കടന്ന് വേണമെങ്കിൽ തന്നെ പോകാനായിട്ട്. വാ നോക്കി പോട്ടാ. ചൂണ്ടിടുന്ന ആൾക്കാരുണ്ടാവും. അതിലേണ്ടോ നമ്മളിപ്പോൾ വന്ന വഴി. ആ വഴി അവിടെ നിന്ന് തുടങ്ങി കാണാൻ നല്ല രസമാണ്. ഈ രണ്ട് സൈഡും ഈ ചെമ്മീൻ കെട്ടും അതിൻ്റെ നടുക്കേടിയുള്ള വഴി. അപ്പോൾ നമ്മൾ വന്ന് അവിടെ നമ്മൾ വണ്ടി വന്ന് പാർക്ക് ചെയ്ത് അവിടെ വരെ ബൈക്കും വണ്ടികളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോവാം. ഇവിടെ കുറേ സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് നടന്നിരുന്ന സ്ഥലമുണ്ട്. മമ്മൂട്ടിയുടെ മധുരരാജ സിനിമയ്ക്ക് ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ സമയം ഒരു 5 മണി ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒരു വൈകുന്നേരമൊക്കെ വന്നിരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണത്. ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടുന്ന്. ഇവിടെ കുറച്ച് കണ്ടോ, ഇത് വെള്ളം അപ്പുറത്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു വേണം ഇങ്ങോട്ട് കടക്കാനായിട്ട്. ഇവിടെ ഇഷ്ടംപോലെ ഫാമിലീസ് കുറേ ഉണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് പിള്ളേർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് വെയിൽ ആറി വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 5 മണി ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. വെയിലാറണല്ലോ കുറച്ചുകൂടി. ചെമ്മീങ്ങട്ടാണ് അറിയില്ല. അങ്ങോട്ട് വഴി പോകാൻ പറ്റി പോകാം. ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങളിത് കുറച്ച് ഏരിയ ഇങ്ങനെ നടന്ന് പോകുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഏരിയ കൂടി ഇതിൽ ഇങ്ങനെ തന്നെ നമുക്ക് നടന്നു പോകാം. നോക്കി കേട്ടോ, അങ്ങോട്ട് പോകാൻ പറ്റുമോ കേട്ടോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? ആണല്ലേ. ആ ഇപ്പുറത്തോ ഇതോ? ഇവിടെ പുഴ. ഇത് വെള്ളം ഇപ്പോൾ തുറന്ന് വിട്ടാനാ കേട്ടോ. അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് തുറന്ന് വിട്ടേക്കണം. അതെപ്പോഴും ഇങ്ങനെ ആയിരിക്കുമോ? എപ്പോഴും ഇങ്ങനെ വെള്ളം തുറന്നിട്ടേക്കായിരിക്കുമോ? ആ ആ രാത്രിയിലെ
അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് ഇരിക്കാണ്ട്, അതായത് ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇരിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ അവിടേക്ക് പോവാം. പക്ഷേ ഇങ്ങനെ കണ്ട ഈ ചെളി കോരിട്ടാണ് കാരണം കുറച്ച് സൂക്ഷിച്ച് നടന്ന് പോകണം. നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ട ഇപ്പുറത്ത് കാണുന്നത് ചെമ്മീൻകെട്ടാണ് കേട്ടോ. ഇപ്പുറത്ത് കാണുന്നത് പുഴയാണ്. ഇത് വീരൻ പുഴ എന്നാണ് പുഴയുടെ പേര്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഞങ്ങളിപ്പോൾ ലൊക്കേഷൻ അടിച്ചു കൊടുത്ത് വീരൻപുഴ ഓൾഡ് ബോട്ട് ചെട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്ത് വരണമായിരിക്കും നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ വരാം. നമ്മൾ നെടുങ്ങാടിന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി മാറിയിട്ട് ഒരു ലൊക്കേഷൻ കാണിച്ചത്. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. ഇപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങളിവിടെ എന്നാലും ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേരൊക്കെ പോയിക്കൊണ്ടിരിക്കണു. ഒരു നല്ല എന്താ പറയുക, ഒരു നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഈവനിങ്, വെറുതെ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഇവിടെയൊക്കെ വന്നിങ്ങനെ ചുമ്മാ ഇരിക്കാനായിട്ട്, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാനായിട്ട് അങ്ങനെ പറ്റിയൊരു സ്ഥലമാണിത്. വലിയ ക്രൗഡൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ആൾക്കാരും ഉണ്ടാനും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു ടൈമായി. ഇപ്പോൾ കുറച്ച് ഡ്രോൺ വെച്ചിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത്, അപ്പം അങ്ങനെ അവസാനം ഞങ്ങളത് എൻഡ് ചെയ്യാനുള്ള ഇതിലാണ്. ആബിയും ഇവിടെ വീഡിയോ എടുത്ത് തകർക്കണുണ്ട്. അവനും വ്ളോഗൊക്കെ ചെയ്യാനായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഞാനാണ് നല്ലപോലെ ഈ ട്രിപ്പ് ഫാമിലിയിൽ വരുമ്പോഴൊക്കെ നല്ലപോലെ ഫോട്ടോ എടുക്കുന്നത്. അവനാണ് കുറേ ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ എടുത്തത്. മാത്രമല്ല ഞാൻ നല്ലപോലെ ഫോട്ടോ എടുക്കും. ഇപ്പോൾ സൺസെറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒരു വൈകുന്നേരം വരാൻ പറ്റിയ അടിപൊളി സ്ഥലം. വൈകുന്നേരം വന്ന് നമുക്ക് കാറ്റുകൊണ്ടിരിക്കാനും സൺസെറ്റ് കാണാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം. അപ്പോൾ നമുക്ക് എറണാകുളം ഭാഗത്ത് നിന്ന് ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഗോസരിപ്പാലം വഴി വൈപ്പിൻ വരാം. വൈപ്പിൽ നിന്ന് എടവനക്കാട് അടുത്ത് അണിയൽ എന്ന് പറയുന്ന ജംഗ്ഷനിൽ തിരിഞ്ഞാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ സ്ഥലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.